വിവേകത്തിന്റെയും ബുദ്ധിയുടെയും അപ്പുറമുള്ള ലോകം ദൈന്യതയുടേതാണ്. പലപ്പോഴും ശാപവാക്കുകൾ ഏറ്റുവാങ്ങുന്നവരാണ് ബുദ്ധിമാന്ദ്യമുള്ളവർ. ഇത്തരത്തിലുള്ള കുട്ടികളുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ സേവന മനസ്സോടെ മഅദിൻ മുന്നോട്ടു വരികയായിരുന്നു. ബുദ്ധിമാന്ദ്യമുള്ളവർക്കായി ആരംഭിച്ച സ്പെഷ്യൽ സ്കൂളിലേക്ക് അഡ്മിഷൻ തേടിയെത്തുന്നവരെ മുഴുവൻ ഉൾക്കൊള്ളാനുള്ള സൌകര്യങ്ങൾ ഇപ്പോൾ മഅദിൻ ക്യാമ്പസിലില്ല. വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ബുദ്ധിമാന്ദ്യ പരിചരണ കേന്ദ്രം ഇന്ന് അനേകം കുടുംബങ്ങളുടെ ആശ്വാസമാണ്. ഈ മഅദിൻ സ്കൂൾ വന്നതിന് ശേഷമാണ് ഇപ്പോൾ അവന്റെ പേരെഴുതും, അക്കങ്ങളെഴുതും, ടീച്ചർമാർ പറയുന്ന വാക്കുകളൊക്കെ കേട്ടെഴുതും. ഇവിടെ വന്നതിന് ശേഷമാണ് എന്റെ മനസ്സായ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നത്. മികച്ച പരിശീലനം നേടിയ അധ്യാപകരുടെ ശിക്ഷണത്തിൽ വളരുന്ന കുട്ടികൾ പതുക്കെ പതുക്കെ ബോധലോകത്തിലേക്ക് നടന്നടുക്കുകയാണ്. ഇതെന്റെ മോനാണ്, മുഹമ്മദ് ഷാഫിയാണ് പേര്. 1.5 വയസ്സ് മുതലാണ് ഇത് കാണാൻ തുടങ്ങിയത്. അതിന്റെ ദിവസം ഇവിടെ കൊണ്ടുവന്ന് ഇറത്തിന്റെ ദിവസം കുറെ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പം ശരിക്ക് ചോറൊക്കെ തിന്നു, സ്വന്തം തിന്നു, പിന്നെ എല്ലാം പ്രവർത്തനം ചെയ്യുന്നുണ്ട്. മാനസിക വൈകല്യമുള്ളവരെ മുഖ്യധാരയിൽ നിന്ന് പിറകോട്ട് വലിക്കുകയും അധികപ്പറ്റുകളായി കരുതുകയും ചെയ്യുന്ന പ്രവണതയ്ക്കുള്ള ഒരു തിരുത്താണ് ഈ സ്ഥാപനം. നിസ്സഹായരും വിവേചനശേഷിയില്ലാത്തവരുമായ ഇവർക്ക് കൈത്തൊഴിലുകളും മറ്റും പരിശീലിപ്പിക്കാനുള്ള സംവിധാനവും ഇവിടെയുണ്ട്. ഈ ക്യാമ്പസിൽ ഇവർ അംഗീകാരത്തിന്റെയും അനുഭൂതിയുടെയും പുതിയൊരു ജീവിതം തുടങ്ങുകയാണ്. വിവേകലോകത്ത് വന്നിട്ടില്ലാത്ത കുഞ്ഞുങ്ങളെ വിധിക്ക് വിട്ടുകൊടുക്കാതെ അവരുടെ ജീവിതത്തിൽ ചിരിയും നിറവും കോരിയിടുന്ന ഈ യജ്ഞത്തിൽ പങ്കാളികളാവാൻ നിങ്ങളെയും ക്ഷണിക്കുകയാണ്. ഈ കുട്ടികൾ ഏതെങ്കിലും ഒരു കുടുംബത്തിലുണ്ട് എങ്കിൽ ആ കുടുംബത്തിലെ ഉപ്പായുടെ ഉമ്മയുടെ അവസ്ഥ എന്താണ്? 1.5 മണിക്കൂർ ആ ഉപ്പയും ഉമ്മയും ആ കുട്ടിയെ കൊണ്ട് വിഷമിക്കുന്ന വിഷമങ്ങളൊന്ന് അനുസ്മരിക്കുക. എങ്കിൽ ഈ കുട്ടികളെല്ലാം സംരക്ഷിക്കാൻ എത്രമാത്രം പാടുപെടുന്നുണ്ടായിരിക്കും. മറ്റു സ്ഥാപനങ്ങളെപ്പോലെ 50 കുട്ടികൾക്കൊരു ടീച്ചർ മതിയാകുന്നില്ല, ഒരു വാർഡനെ കൊണ്ട് മതിയാകുന്നില്ല. 5 കുട്ടികൾക്ക് ഒരു ടീച്ചർ വേണം, 5 കുട്ടികൾക്ക് ഒരായ വേണം. വലിയ മെഡിക്കൽ ചെലവാണ്. പക്ഷേ ഞങ്ങൾക്ക് സാമ്പത്തികമായി സർക്കാരുകളിൽ നിന്നോ മറ്റ് സംഘടനകളിൽ നിന്നോ ഒന്നും ഇന്നേ വരെ ലഭിച്ചിട്ടില്ലെങ്കിലും കുട്ടികളിൽ നിന്നും 1 രൂപ പോലും ഫീസ് ഈടാക്കാതെയാണെങ്കിലും അൽഹംദുലില്ലാഹ് ജനമനസ്സുകളിൽ ഈ കുട്ടികളുടെ സ്നേഹമാണ്, ഈ കുട്ടികൾക്കുള്ള സഹായ ഹസ്തമാണ് ഞങ്ങളുടെ വലിയ സമ്പാദ്യങ്ങൾ. വിദേശത്തുമുള്ള കണ്ടിട്ട് പോലുമില്ലാത്ത ധാരാളം ആളുകൾ ഈ സ്ഥാപനത്തെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് ഞങ്ങൾക്ക് നൽകാനുള്ള നന്ദി വാക്കുകളിൽ ഒതുക്കാതെ പ്രാർത്ഥനകൾ ഏത് മേഖലകളിലും ഏത് സമയങ്ങളിലും നിങ്ങളെ ഞങ്ങൾ എന്നും സ്മരിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ ഇഹപര വിജയത്തിന് വേണ്ടി, നിങ്ങളുടെ ജീവിതങ്ങളിലുള്ള പുരോഗതികൾക്ക് വേണ്ടി, കുടുംബ ഐശ്വര്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥനയിൽ സ്മരിച്ചുകൊണ്ടിരിക്കുമെന്ന് നിങ്ങൾക്ക് വാക്ക് നൽകുകയാണ്. വിജ്ഞാന സേവനങ്ങളുടെ ഈ വിശുദ്ധ ഗേഹം ഇനിയും വളരണം. ഈ ജൈത്രയാത്രയുടെ ഭാഗമാകാൻ നിങ്ങളെയും ക്ഷണിക്കുകയാണ്. മഅദിൻ ക്യാമ്പസിലെ കാരുണ്യ സ്ഥാപനങ്ങളിലെ ഒരു വിദ്യാർത്ഥിയെ 1 വർഷത്തേക്ക് ദത്തെടുക്കുന്നതിന് 13,142 രൂപയാണ് വേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക പബ്ലിക് റിലേഷൻസ് ഡിവിഷൻ, സൊലാത്ത് നഗർ, മലപ്പുറം. ഫോൺ 0483 273 8343 273 7076. ഫാക്സ് 0483 273 1145. വെബ്സൈറ്റ് www.mahadinonline.org. جميع أذية واصرف مكائد العدا